വിഷയമുള്ളത്. അഖിൽ മാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നതാണ്. പല ചാനലുകളും അതിനുശേഷം വീണ്ടും അഖിൽ വന്ന് ക്ലാരിഫിക്കേഷൻ ചെയ്ത് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അഖിൽ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിലെ സ്ത്രീകൾ കിടന്നു കൊടുത്തിട്ടാണ് അവിടെ പോയി ഇത് വാങ്ങിച്ചതെന്നാണ്, ചാൻസ് വാങ്ങിച്ചിരിക്കുന്നതാണ്. ബിഗ് ബോസ് ഹൗസിൽ സ്ത്രീകൾ കടന്നു കൊടുത്തിട്ടാണ് പോയെന്നല്ലോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ലോ ബിഗ് ബോസ് ഹൗസിൽ സ്ത്രീകൾ നടക്കുന്നു എന്നുള്ള സംഭവം. ഇതിനകത്ത് കണ്ട പെണ്ണുങ്ങൾ, ബിഗ് ബോസ് ഹൗസിനകത്ത് പോയ പെണ്ണുങ്ങളെല്ലാം കിടന്നു കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അവന്റെ ലാംഗ്വേജിൽ വന്നൊരു സാധനം എന്ന് പറയുന്നത്. എന്റെ പൊന്നു ദിയ ചേച്ചി, എപ്പോഴാണ് അഖിൽ മാരാർ പറഞ്ഞത് സ്ത്രീകളെല്ലാം ബിഗ് ബോസിൽ കിടന്നു കൊടുത്തിട്ടാണ് പോയതെന്നുള്ളത്? നിങ്ങൾ എവിടെ നിന്നാണ് ആ വീഡിയോ കണ്ടത്? എന്താണ് ബായ് വെറുതെ വളച്ചൊടിക്കാൻ? ഇത് ബിഗ് ബോസ് അല്ല, ഇത് പുറത്തെ ഒരു സംഭവം നടക്കുന്നതാണ്. ഇത് എവിഡൻസ് ഉണ്ട്, ഒരുപാട് വീഡിയോസ് ഉണ്ട്. അഖിൽ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല ബിഗ് ബോസിൻ്റെ ഉള്ളിൽ എല്ലാ സ്ത്രീകളും കിടന്നു കൊടുത്തിട്ടാണ് പോകുന്നത്. എൻ്റെ പൊന്ന് ദിയ ചേച്ചി, അങ്ങനെ എല്ലാവർക്കും കിടന്നു കൊടുത്തിട്ടൊക്കെ അങ്ങോട്ട് ബിഗ് ബോസിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റുമോ? ഒന്നുമില്ലെങ്കിൽ നിങ്ങളവിടെ പോയതല്ലേ. അത് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിച്ചൂടെ അഖിൽ എന്താണ് പറഞ്ഞെന്നുള്ളത്? ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാമത് ചോദിച്ചത്. ഞാനൊരു കാര്യം പറയാം റോഹൻ, നീ കുറെ നേരമായിട്ടിരുന്ന് സംസാരിച്ച് ഇതേ വിഷയം തന്നെ കുറെ വട്ടം ലൂപ്പിൽ ഇട്ടോണ്ടിരിക്കുവാണ്. നിന്റെ എന്താ ഉദ്ദേശം? എനിക്കൊരു ഉദ്ദേശമില്ല. ഞാൻ ചോദിക്കുന്ന മര്യാദ തന്നിട്ടാണ് ഞാൻ വന്നിരുന്നത്. ഞാൻ അതേ മര്യാദയിലാണ് സംസാരിക്കുന്നത്. എവിടെയാണ് ഇതിൽ മര്യാദക്കേടായി പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റിനെ ഡബിൾ സ്റ്റാൻഡിൽ അല്ലെന്ന് നീ പറഞ്ഞില്ല. ഡബിൾ സ്റ്റാൻഡിൽ അന്ന് ഞാൻ സംസാരിച്ചു നിന്റെ ഡബിൾ സ്റ്റാൻഡിൽ. റോഹൻ അനാവശ്യമായിട്ടിരുന്ന് സംസാരിക്കുന്നത് പ്രൊവോക്ക് ചെയ്യുന്നത് ശരി തന്നെയാണ്. ആളുകളെ മനസ്സിലാവാത്തതിന്റെ കുഴപ്പമാണ്. മര്യാദ കാണിച്ച് സംസാരിക്കുന്നത്. പറഞ്ഞൊരു കാര്യത്തിന് മര്യാദ കാണിച്ച് സംസാരിക്കണം. മര്യാദക്ക് സംസാരിക്കും. ഇത് എവിടെ ഉത്തരവില്ലാതെയാവുമ്പോ എവിടെ ഉത്തരവില്ലാതാവുമ്പോ പിന്നെ ഞാൻ പറഞ്ഞ തെറ്റുകളെ 3 പ്രാവശ്യം എന്നുള്ള രീതിയിലേക്ക് മാറ്റി പറഞ്ഞതുകൊണ്ടാണ് വാക്കുകൾ ഉപയോഗിച്ച് ഞാൻ സംസാരിക്കും. പിന്നെ നീ ഒരുപാട് കോപ്പിൽ വർത്താനം സംസാരിച്ചത് അല്ലെ? ഞാൻ മര്യാദയിലാണ് സംസാരിച്ചത്. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സംസാരിക്കണം. എന്റെ സ്വഭാവം ഇത് ബിഗ് ബോസ് അല്ല. ഇത് ബിഗ് ബോസ് അല്ല. എന്റെ സ്വഭാവം മാറ്റും. പക്ഷെ എവിടെയാണെങ്കിലും എന്റെ ആറ്റിറ്റ്യൂഡിനെ നീ ഡബിളാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഉപയോഗിച്ച് വാക്ക് ശരിയാണ് തോന്നുന്നു. നീ ഇന്ന് ചോദിച്ചു ഇങ്ങനെ തന്നെ ഓരോരുത്തർ ചോദിച്ചു വാങ്ങി. ഇപ്പൊ പുള്ളിക്കാരത്തിന് എല്ലാവരും മറന്നു തുടങ്ങിയപ്പോഴത്തേനും പുതിയ ഓരോ പരിപാടിയായിട്ട് വന്നിട്ടുണ്ട്. ജാസ്മിൻ്റെ PR ആണെന്നൊക്കെ പുറത്തുനിന്നൊരു കരക്കമ്പി ഉണ്ട്. പക്ഷെ പുള്ളിക്കാരത്തെ അത് സമ്മതിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ജാസ്മിൻ്റെ അത്ത ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദിയാസനയാണ് നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്ന്. അപ്പം അതിൻ്റെ ബേസിലൊക്കെയാണെന്ന് തോന്നുന്നു ദിയാസന കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ ജാസ്മിനെ കുറിച്ച് പറയുമ്പോൾ പുള്ളിക്കാരത്തിൽ ആകെ ഒരു വെപ്രാളമാണ്, ഭയങ്കര പ്രശ്നമാണ്. അതാണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എന്താണെന്നറിയില്ല, ജാസ്മിൻ്റെ കാര്യം എന്തെങ്കിലും എടുത്ത് പറയുമ്പോഴത്തേനും പുള്ളിക്കാരത്തെ അങ്ങോട്ട് ചൂടാവുകയാണ്. പിന്നെ ആകെ അസ്വസ്ഥതയാണ്. അവതാരകനൊന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ പുള്ളിക്കാരത്ത് ഇതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് അടിയാക്കി ഇറങ്ങിപ്പോകാനൊക്കെ നോക്കി തെറി വിളിച്ചു. പണ്ട് നമ്മുടെ ശ്രീനാഥ് ബാസി ഇതേപോലൊരു ഇൻ്റർവ്യൂവിന് പോയിട്ട് നമ്മുടെ തെറി വിളിച്ചു എന്നും പറഞ്ഞിട്ട് വലിയ കേസും പരിപാടിയൊക്കെ ആയി. സ്ത്രീ ആയതുകൊണ്ട് ഇത് കേസും പരിപാടിയൊന്നും ആവില്ല. അവതാരകൻ നൈസായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് വിട്ട് നല്ല പച്ച തെറി വിളിക്കുന്നുണ്ട്. അതോടെ മ്യൂട്ടാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം പറഞ്ഞു വന്നത് ഇതല്ല. അപ്പോൾ ദിയ ചേച്ചിനോടും ശോഭാ വിശ്വനാഥിനോടും നമ്മുടെ അഖിൽ മാരാർ ഒരു കാര്യമായിട്ടൊന്ന് വന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, സംവിധായകൻ ഒമർലൂരിനെതിരെ ഒരു പീഡന പരാതി. ഒരു യുവനടിയെ അദ്ദേഹം അവസരം കൊടുത്ത് സിനിമയിൽ അവസരം കൊടുക്കാമെന്ന് കരുതി ഒരു യുവനടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു വാർത്ത, ആ കേസെടുത്തു എന്നൊരു വാർത്ത നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കാണും. പക്ഷെ എന്റെ ഒരു വലിയ വിഷമം എന്താണെന്ന് വെച്ചാൽ ഈ യുവനടി ആരാണെന്ന് ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് മലയാള സിനിമയിൽ എത്രയോ യുവനടിമാർ വന്നിട്ടുണ്ട്. ഒമർലുലുവിന്റെ പടത്തിൽ തന്നെ എത്രയോ യുവനടിമാർ അഭിനയിച്ചിട്ടുണ്ട്. ഒമർലുലുവിന്റെ പടത്തിൽ അഭിനയിച്ചതാണോ അല്ലയോ എന്നൊന്നും ഇപ്പോഴും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ മലയാള സിനിമയിലെ യുവനടിമാർക്ക് സൈബർ ബുള്ളിങ് കാരണം ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ട ശോഭാ വിശ്വനാഥിന്റെ ഏറെ പ്രിയപ്പെട്ട ഒമർക്കയാണ് ഇങ്ങനെ പീഡിപ്പിച്ചതെന്നുള്ള കാര്യം ഞാൻ ശോഭാ വിശ്വനാഥിനോട് കൂടി ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും വാദിക്കാൻ ശ്രമിക്കുന്ന ദിയാസന, തന്റെ ഗുരുവായ ഒമർലുവിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ് നമ്മുടെ ദിയാസനയോട് ശോഭാ വിശ്വനാഥിനോട് എന്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റ് ആണ്. കേരളത്തിൽ കിടക്കുന്ന എല്ലാ പെൺകുട്ടികളെയും നിങ്ങൾ രക്ഷിക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് മലയാള സിനിമയിലെ ഏത് യുവനടിയെയാണ് ഒമർലുലു പീഡിപ്പിച്ചതെന്ന് പറയാൻ ഈ വാർത്താ മാധ്യമങ്ങളോട് പറയണം. അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ കാണിച്ചേക്കുന്ന ഏറ്റവും വലിയ തെമ്മാടിത്തരം കാരണം ഒരു യുവനടിമാർക്കും ജീവിക്കാൻ വയ്യുന്നേ. എല്ലാ യുവനടിമാരോടും പോയി എല്ലാവരും ചോദിക്കുക, ഒമറൊക്കെ പീഡിപ്പിച്ച നിങ്ങളെയാണോ? ഒമറൊക്കെ നിന്നെ സിനിമയിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണോ? ഒമറൊക്കെ നിന്നെയാണോ കൊണ്ടുപോയത്? എല്ലാ നടിമാരുടെ അടുത്തും പോയിട്ട് ഇങ്ങനെ ആൾക്കാരൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അത് കാരണം അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ ബിഗ് ബോസിലെ മത്സരത്തിനെ മാത്രം രക്ഷിച്ചാൽ പോരല്ലോ, സ്ത്രീകളെ ഒന്നടങ്കം രക്ഷിക്കണമല്ലോ.
അപ്പം ഗുരുവായ ഒമറിനോട് നിങ്ങളൊന്ന് ചോദിക്കൂ. അതുപോലെ ഇക്കയായ ഒമറിക്കയോട് ശോഭയൊന്ന് ചോദിക്കണം. ഇക്ക അങ്ങ് പറയൂ, ഇക്ക ആരെയാണ് അവസരം കൊടുക്കാമെന്ന് കരുതി കൊണ്ടുപോയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയിലുള്ള എല്ലാ യുവനടിമാരും രക്ഷപ്പെടും. ഒമർ ഈ ഒരു സംഭവം വന്നപ്പോൾ നമ്മുടെ ദിയ ചേച്ചീനെയും നമ്മുടെ ശോഭ വിശ്വനാഥിനെ കാണാനില്ല ഗൈസ്. കാരണം അഖിൽമാരാർ ഇതേപോലെ കാസ്റ്റിംഗ് കൗച്ച് ഉണ്ട് ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതേപോലെ പലരോടും പല വൃത്തികേടും കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ ശോഭയും ദിയ ചേച്ചിയെല്ലാം വന്നിട്ട് എന്തായിരുന്നു ഒരു പ്രകടനം. അതാരെക്കുറിച്ചാണെന്ന് പറയണം നിങ്ങൾ, ഇല്ലെങ്കിൽ എല്ലാവരെയാണ് ഇത് പറയുന്നത്. എന്നെ അവർ വിളിച്ച് ചോദിച്ചു നീയാണോ, എന്നെ വിളിച്ച് ചോദിച്ചു ഇവരാണോ, എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, എന്തൊക്കെയായിരുന്നു. ഇപ്പോൾ ഒമർ ലുലുവിൻ്റെ പേരിൽ ഒരു പെൺകുട്ടി പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒമർ ലുലുവിനോട് വിളിച്ച് പറയണം, നിങ്ങളുടെ ഫ്രണ്ടാണല്ലോ ഒമർ ലുലു എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ശോഭ വിശ്വനാഥിൻ്റെയും ദിയ ചേച്ചീൻ്റെയും ഫ്രണ്ടാണല്ലോ ഒമർ ലുലു. അപ്പോൾ അതാണ് നമ്മുടെ അഖിൽമാരാർ പറയുന്നത്. ഒമറേട്ടനെ വിളിച്ചിട്ട് പറയണം ഏതാണ് ആ പെൺകുട്ടി എന്നുള്ളത്. ഇല്ലെങ്കിൽ എല്ലാ സിനിമാ നടികളും വന്നിട്ട് പറയും അയ്യോ എന്നെയാണോ 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 എന്ന് ചോദിക്കും എന്നാണ് അഖിൽമാരാർ പറഞ്ഞത് സത്യമല്ലേ? അതായത് അഖിൽമാരാർ അറിഞ്ഞൊരു കേസ് ആളുടെ പേര് പറയാതെ അറ്റ്ലീസ്റ്റ് പുറത്തോട്ട് വന്ന് പറയാനുള്ള ചങ്കൂറ്റ അഖിൽമാരാർ കാണിച്ചു. ഓക്കെ, അത് കേട്ട് അയ്യോ എന്നെയാ പറഞ്ഞെന്നും പറഞ്ഞിട്ട് എല്ലാവരും വന്നിട്ട് ഈ അഖിൽമാരാറിനെ നെഞ്ചത്തോട്ട് പൊങ്കാലിടേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നല്ലോ. ഇപ്പം ഇതാണ് പറയുന്നത് കൊടുത്താൽ കൊല്ലത്തും കിട്ടുന്നുള്ളത്. അപ്പോഴത്തേക്ക് ഇതാ ദിയേൻ്റെയും നമ്മുടെ ശോഭ വിശ്വനാഥിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ പറയുന്ന ഒമർ ലുലുവിന് 2 ആഴ്ച തികയുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഒമർ ലുലുവിനെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കണം ആരാണ് ആ പെൺകുട്ടി എന്നുള്ളത്, നിങ്ങളത് പുറത്ത് വിടണം. ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം, എല്ലാ സിനിമാ നടിമാരെയും ആളുകൾ പറയും നീയാണോ ഒമർ ലുലുവിൻ്റെ കൂടെ പോയത്, നീയാണോ ഒമർ ലുലുവിൻ്റെ കൂടെ പോയതെന്ന് പറയും. അപ്പോൾ അത് അഖിൽമാരാർ പറഞ്ഞത് കറക്റ്റുള്ള സംഭവമാണ്. അപ്പോൾ ദിയ ചേച്ചിയും നമ്മുടെ ശോഭ ചേച്ചിയും എല്ലാം വന്നിട്ട് ഇതിൻ്റെ ഒരു ഉത്തരം പറയുമായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ.